സ്മാർട്ട് ലേണിംഗ് പി സിയുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സമയവും ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻസും പിന്നെ ഒരു 4 ടൈപ്പ് ചോദ്യങ്ങളും പഠിച്ചു. ഓക്കെ അല്ലേ? അതിൻ്റെ ബാക്കിയാണിത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളാവട്ടെ, കണക്കിനെ പറ്റിയുള്ള എന്ത് സംശയമാവട്ടെ, എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റിലൂടെ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. നമ്മുടെ അഞ്ചാമത്തെ ടൈപ്പ് ചോദ്യം നോക്കിക്കടാ. ഒരാൾ സഞ്ചരിച്ച ആകെ ദൂരത്തിൻ്റെ 1/3 10 km/h വേഗതയിലും അടുത്ത ഭാഗം 30 km/h വേഗതയിലും അവസാന ഭാഗം 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഓക്കെ അല്ലേ? അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് 4 പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് തുല്യ ദൂരം 2 വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ടൈപ്പ് 4 പഠിച്ചത്. എങ്ങനെയാണ്? 2ab / a+b എന്ന ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഇവിടെ നോക്കിയിടാം. ഒരാൾ സഞ്ചരിച്ച ആകെ ദൂരത്തിൻ്റെ 1/3. ഞാനിവിടെ അയാൾ സഞ്ചരിച്ച് തുടങ്ങിയ ഭാഗം എ എന്നും അവസാനിപ്പിച്ച ഭാഗം ബി എന്നും എടുക്കുകയാണ്. ഓക്കെ, അതായത് അയാൾ എ മുതൽ ബി വരെ സഞ്ചരിക്കുന്നു. എ മുതൽ ബി വരെയുള്ള ദൂരം അയാൾ 3 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. 3 തുല്യ ഭാഗങ്ങൾ, അതാണ് പറയുന്നത്. ഒരാൾ സഞ്ചരിച്ച ആകെ ദൂരത്തിൻ്റെ 1/3, അതായത് 3 തുല്യ ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം എത്ര km/h വേഗതയിൽ? 10 km/h വേഗതയിൽ. അതായത് ഇവിടെ മുതൽ ഇവിടം വരെ അയാൾ 10 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അടുത്ത ഭാഗം 30 km/h വേഗതയിൽ. അടുത്ത ഈ ഭാഗം 30 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അടുത്ത ഈ ഭാഗം 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ അല്ലേ? ചോദ്യം മനസ്സിലായില്ലേ? അതായത് ഒരാൾ എ മുതൽ ബി വരെ സഞ്ചരിക്കുന്നു സങ്കല്പിക്കുക. അയാളെ മൊത്തം ദൂരത്തിന് 3 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം 10 km/h വേഗതയിലും അടുത്ത ഭാഗം 30 km/h വേഗതയിലും അടുത്ത ഭാഗം 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. ഓക്കെ അല്ലേ? എങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമ്മൾ 4ാമത്തെ ടൈപ്പ് പഠിച്ച ചോദ്യത്തിൻ്റെ കുറച്ചുകൂടെ വലിയ ചോദ്യം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് ഇവിടെ നോക്കി, 3 തുല്യ ദൂരങ്ങൾ അല്ലെങ്കിൽ തുല്യ ദൂരം 3 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുകയാണ്. ഇവിടെ 3 തുല്യ ദൂരം, 1, 2, 3, ഈ 3 തുല്യ ദൂരങ്ങളാണ്. ഈ 3 തുല്യ ദൂരങ്ങൾ 3 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ശരാശരി വേഗത എന്തെന്നാണ് ചോദ്യം. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, 3 തുല്യ ദൂരങ്ങൾ 3 വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡുണ്ട്. അതായത് ഒരു ഫോർമുല മെത്തേഡുണ്ട്, LCM മെത്തേഡുണ്ട്. ഞാൻ രണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? 3 തുല്യ ദൂരം അല്ലെങ്കിൽ 3 ദൂരം വ്യത്യസ്ത വേഗതകളിൽ, 3 തുല്യ ദൂരം വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത അഥവാ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ആദ്യം നമ്മൾ ഫോർമുല മെത്തേഡാണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണെന്ന് നോക്കാം. ഫോർമുല വേറെ ഒന്നുമില്ല, നോക്കിയേ, 3abc / ab + bc + ac. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? 3abc / ab + bc + ac = ഇവിടെ എ ആയിട്ടും ബി ആയിട്ടും സി ആയിട്ടും എടുക്കേണ്ടത് എന്ത് തന്നെയാണ്? തന്നിരിക്കുന്ന 3 വേഗതകളാണ് എ ആയിട്ടും ബി ആയിട്ടും സി ആയിട്ടും എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം 3 × എ ആയിട്ട് എടുക്കേണ്ട ആദ്യത്തെ വേഗതയായ 10, 10 × ബി രണ്ടാമത്തെ വേഗതയായ 30 × സി മൂന്നാമത്തെ വേഗതയായ 60 / ab + bc + ac. അതായത് എയും ബിയും കൂടെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 10 × 30 300 പ്ലസ് ബി സി, അതായത് 30 60 കുടിച്ചാൽ നമുക്ക് 1800 പ്ലസ് എ സി 10 60 കുടിച്ചാൽ നമുക്ക് 600 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും അംശത്തിൽ കിടക്കുന്ന സംഖ്യകളെ ഇപ്പം ചെയ്യരുത്. കാരണം താഴെ കൂട്ടാനല്ല കിടക്കുന്നത്. ഇത് 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മേലുള്ള സംഖ്യകളെ ഉറപ്പായിട്ടും വെട്ടിക്കളയാം. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അംശം ആദ്യം ചെയ്യരുത്, ഛേദം ചെയ്തിട്ട് വേണം അംശം ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് എഴുതാം 3 × 10 × 30 × 60 ഇത് കൂട്ടാമല്ലോ. 300 1800 കൂട്ടിയാൽ 2400 2700 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വെട്ടിക്കൂടാ, സുഖമായിട്ട് വെട്ടാം. ഈ 0 വെട്ടാം, ഈ 0 വെട്ടുന്നു. ഓക്കെ അല്ലേ? 27 3 നമുക്ക് വെട്ടാം. 1 3 3 9 × 3 27. 6 9 വെട്ടിക്കൂടാ. 2 × 3 6, 3 × 3 9. ഓക്കെ അല്ലേ? ഈ 3 ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു നമുക്ക് ഉത്തരം എത്രയാണ് എഴുതാം? ബാക്കി എന്തുണ്ട്? 10 × 1 10, 10 × 2 20 km/h നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഉത്തരം എഴുതാം. ഓക്കെ അല്ലേ? നമ്മുടെ ഉത്തരം എന്താണ്? 20 km/h, ഓപ്ഷൻ ബി.
ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫോർമുല മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഫോർമുല മെത്തേഡ് മാത്രമല്ല ഇതിനുള്ളത് ഈ ഒരു ചോദ്യത്തിന്, എന്ത് മെത്തേഡും കൂടെ ഉണ്ട്, ഒരു LCM മെത്തേഡും കൂടെ ഉണ്ട്, LCM മെത്തേഡ്. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോവാണ്, ആ LCM മെത്തേഡും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിയിടാ, നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ തിരിച്ചറിയുക. അതായത് 3 തുല്യ ദൂരങ്ങൾ 3 വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, 3 തുല്യ ദൂരങ്ങൾ 3 വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള LCM മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വേഗതകൾ എടുത്ത് എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന വേഗതകൾ ഏതൊക്കെയാണ്, 10 km/h, അതുപോലെ അടുത്ത് 30 km/h, പിന്നെ 60 km/h. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന വേഗതകളുടെ LCM കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന വേഗതകളുടെ LCM കണ്ടുപിടിക്കുക. ഇവിടെ 2 3 സംഖ്യകൾ തന്നിരുന്നത്, അതിൻ്റെ LCM എപ്പോഴും എന്തായിരിക്കും, അതിലെ കൂട്ടത്തിലെ വലിയ സംഖ്യ ആയിരിക്കണം. വലിയ സംഖ്യ ആവണമെങ്കിൽ എന്തും ഒരു കണ്ടീഷനില്ലേ, എന്താ അത്, ബാക്കി 2 സംഖ്യകളുടെയും ഗുണനപ്പട്ടികയിൽ ആ വലിയ സംഖ്യ വേണം. ഇവിടുത്തെ വലിയ സംഖ്യ 60 ആണ്. 30ൻ്റെ ഗുണനപ്പട്ടികയിൽ 60 ഉണ്ടോ, ഉണ്ട്. 2 × 30 = 60. 10ൻ്റെ ഗുണനപ്പട്ടികയിൽ 60 ഉണ്ടോ, ഉണ്ട്. 6 × 10 = 60. അപ്പോൾ നമുക്ക് LCM കിട്ടി. LCM എത്രയാണ്, LCM നമുക്ക് എഴുതാം 60 ആണ് LCM. ഓക്കെ അല്ലേ? LCM 60 കിട്ടി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താ, തന്നിരിക്കുന്ന വേഗതകളുടെ LCM കണ്ടുപിടിക്കുക. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇവിടെ തന്നിരിക്കുന്ന വേഗത LCM ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണോ നോക്കുക. തന്നിരിക്കുന്ന വേഗതകൾ LCMന് തുല്യമാവാൻ എത്ര കൊണ്ട് ഗുണിക്കണോ നോക്കുക. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇവിടെ 10 60 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം, 6 കൊണ്ട് ഗുണിക്കണം. ഓക്കെ. 30 60 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 60 60 ആവാൻ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 1 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? നമ്മുടെ LCM ആവാൻ, അതായത് തന്നിരിക്കുന്ന വേഗതകൾ LCMന് തുല്യമാവാൻ എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് നോക്കുക. 10, ആദ്യത്തെ വേഗതയായ 10 LCM ആയ 60 ആവാൻ 6 കൊണ്ട് ഗുണിക്കുക. രണ്ടാമത്തെ വേഗതയായ 30 LCM ആവാൻ 2 കൊണ്ട് ഗുണിക്കുക. മൂന്നാമത്തെ വേഗതയായ 60 LCM ആവാൻ 1 കൊണ്ട് ഗുണിക്കുക, LCMന് തുല്യമാവാൻ. ഓക്കെ അല്ലേ? നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ അവസാനത്തെ സ്റ്റെപ്പാണ് LCM ആയ 60 എടുത്ത് എഴുതുക, അല്ലെങ്കിൽ LCM എടുത്ത് എഴുതുക. ഡിവൈഡഡ് ബൈ, ഛേദത്തിൽ എന്തായതെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഈ കണ്ടുപിടിച്ച 3 നമ്പറില്ലേ, ഈ 3 നമ്പറും കൂടെ കൂട്ടി ഛേദത്തിൽ അങ്ങ് എഴുതുക. ഒരിക്കലും ഗുണിച്ച് വെക്കരുത്, കൂട്ടി വേണം എഴുതാൻ. 6 + 2 + 1, 6 2 എത്രയാ, 8, 8 + 1 9. കഴിഞ്ഞിട്ടില്ല, ഗുണം 3 തുല്യ ദൂരമല്ലടാ അയാൾ സഞ്ചരിച്ചത്, അതുകൊണ്ടൊരു ഗുണം 3 കൂടെ ഇട്ട് കൊടുക്കുക. കാര്യം കഴിഞ്ഞു. ഓക്കെ അല്ലേ? LCM എടുത്ത് എഴുതുക. ഡിവൈഡഡ് ബൈ, ഛേദത്തിൽ എന്താ എഴുതേണ്ടത്, നമ്മൾ ഈ കണ്ടുപിടിച്ച 3 സംഖ്യകളും തമ്മിൽ കൂട്ടി, അല്ലെങ്കിൽ ആ 3 സംഖ്യകളുടെയും തുക എഴുതുക. ഇൻറ്റു 3 തുല്യ ദൂരങ്ങളാണ് സഞ്ചരിച്ച്, അതുകൊണ്ട് ഗുണം ഒരു 3 കൂടെ ഇട്ട് കൊടുക്കുക. ഇതിന് വെട്ടാലോടാ, 3 9 വെട്ടിയാൽ ഒരു 3 3 3 3 9, ഇതാ 3 6 വെട്ടാം 2. നമ്മുടെ ഉത്തരം എഴുതാം 20 km/h എന്നെഴുതാം. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ LCM മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ആദ്യം നമ്മൾ 3 തന്നിരിക്കുന്ന വേഗതകൾ എടുത്ത് എഴുതുന്നു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, തന്നിരിക്കുന്ന വേഗതകളുടെ LCM കണ്ടുപിടിക്കുക. LCM നമ്മളിവിടെ കണ്ടുപിടിച്ചു, 60 ആണ് LCM. ഓക്കെ അല്ലേ? അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വേഗതകൾ LCMന് തുല്യമാവാൻ എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് നോക്കുക. ആദ്യത്തെ വേഗതയായ 10 60 ആവാൻ 6 കൊണ്ട് ഗുണിക്കണം. രണ്ടാമത്തെ വേഗതയായ 30 60 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. മൂന്നാമത്തെ വേഗതയായ 60 60 ആവാൻ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 1 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താടാ, തന്നിരിക്കുന്ന LCM എടുത്ത് എഴുതുക. ഡിവൈഡഡ് ബൈ, ഛേദത്തിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച 3 സംഖ്യകളും തമ്മിൽ കൂട്ടി എഴുതുക. മാറിപ്പോരുത്, കൂട്ടി എഴുതുക, ഒരിക്കലും ഗുണിക്കരുത്. 3 സംഖ്യകളും കൂട്ടി എഴുതുക. 6 + 2 + 1 നമുക്ക് എത്ര കിട്ടുന്നു, 9 എന്ന് കിട്ടുന്നു. അവിടെ നിർത്തരുത്. ഇൻറ്റു എന്തും കൂടെ ഉണ്ട്, 3 തുല്യ ദൂരമാണ് സഞ്ചരിച്ച്, അതുകൊണ്ടൊരു 3 കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? 3 9 വെട്ടുന്നു, 3 60ൻ്റെ പകുതിയല്ല, 60/3 എത്രയാണ്, 20 നമുക്ക് എന്തെന്ന് എഴുതാം, ഉത്തരം എഴുതാം. ഓക്കെ അല്ലേ? നമ്മൾ ഒരു ചോദ്യം കൂടെ ചെയ്യും, അപ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോവുകയാണ്, നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ടൈപ്പ് 5 രണ്ടാമത്തെ ചോദ്യം സിമ്പിളാണ്. നോക്കി, ഒരാൾ തൻ്റെ യാത്രയുടെ 1/3 ദൂരം 6 km/h വേഗതയിലും അടുത്ത ഭാഗം 18 km/h വേഗതയിലും ബാക്കി ദൂരം 9 km/h വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എന്താ? അപ്പോൾ നമുക്ക് ചോദ്യം മനസ്സിലായി. അയാൾ 3 തുല്യ ദൂരം 3 വ്യത്യസ്ത വേഗതകളല്ല സഞ്ചരിച്ച്, 3 തുല്യ ദൂരം 3 വ്യത്യസ്ത വേഗതകളല്ല സഞ്ചരിച്ച്. അപ്പോൾ എന്താ, ഫോർമുല മെത്തേഡ് ഇഷ്ടമുള്ളവർ നേരെ ചെയ്യുക. 3ABC ഡിവൈഡഡ് ബൈ AB + BC + AC എന്നങ്ങ് ചെയ്യാം. ഓക്കെ അല്ലേ? അല്ലാതെ LCM മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നവർ നോക്കിയോ. എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നിരിക്കുന്ന വേഗതകൾ നമ്മൾ ആദ്യം എടുത്തിരുന്നു. വേഗതകൾ ഏതൊക്കെയാണ്, 6 km/h. രണ്ടാമത്തെ വേഗത എത്രയാണ്, 18 km/h. മൂന്നാമത്തെ വേഗത 9 km/h. ഓക്കെ അല്ലേ? ഇത്ര എടുത്ത് എഴുതിയതിനു ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, തന്നിരിക്കുന്ന വേഗതകളുടെ LCM കണ്ടുപിടിക്കുക. LCM എന്ന് പറയുന്നത് എഴുതി ചെയ്യുന്നവർ ആ രീതിയിൽ തന്നെ ചെയ്യുക, കുഴപ്പമില്ല. അല്ലാത്തവർ നോക്കി, എപ്പോഴും LCM എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ആയിരിക്കും.
പക്ഷേ വലിയ സംഖ്യ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ബാക്കിയുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനപ്പട്ടികയിൽ ആര് വേണം? ആ വലിയ സംഖ്യ വേണം. 9ൻ്റെ ഗുണനപ്പട്ടികയിൽ 18 ഉണ്ടോ? 9 ഗുണം 2 ആണ് 18. 6ൻ്റെ ഗുണനപ്പട്ടികയിൽ 18 ഉണ്ടോ? 6 ഗുണം 3 ആണ് 18. അപ്പോൾ നമുക്ക് കണ്ണു അടച്ചെഴുതാം. LCM എത്രയാണ്? 18 ആണ് എന്തെന്ന് പറയുന്നത് LCM. ഓക്കെ അല്ലേ? LCM നമുക്ക് 18 എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന വേഗതകൾ LCMന് തുല്യമാകണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് നോക്കുക. ആദ്യത്തെ വേഗതയായ 6 18 ആകണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 3 ഗുണം 6 ആണ് 18. രണ്ടാമത്തെ വേഗതയായ 18 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 1 കൊണ്ട് ഗുണിച്ചാൽ മതി. മൂന്നാമത്തെ വേഗതയായ 9 18 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ അല്ലേ? നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ മൂന്നാം സ്റ്റെപ്പിലോട്ട് പോകണം. അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. തന്നിരിക്കുന്ന വേഗത ആദ്യം നമ്മളെടുത്ത് എഴുതുന്നു. ഏതൊക്കെയാണ്? 6 18 9. അതിനുശേഷം തന്നിരിക്കുന്ന 3 വേഗതകളുടെയും LCM നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 18. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന വേഗതകൾ LCMന് തുല്യമാകാൻ എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് നോക്കുക. 6 18ന് തുല്യമാവാൻ 3 കൊണ്ട് ഗുണിക്കണം. 18 18ന് തുല്യമാവാൻ 1 കൊണ്ട് ഗുണിക്കണം. 9 18ന് തുല്യമാവാൻ 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ഓക്കെ, അത്രയും ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന LCM എടുത്ത് എഴുതുന്നു. LCM ആയ 18 എടുത്ത് എഴുതുന്നു. ആ LCM ഡിവൈഡഡ് ബൈ ഛേദത്തിൽ എന്താ എഴുതേണ്ടത്? നമ്മൾ ഈ കണ്ടുപിടിച്ച 3 സംഖ്യകളും തമ്മിൽ കൂട്ടി എഴുതുക. ഒരിക്കലും ഗുണിക്കരുത്, കൂട്ടി എഴുതുക. അപ്പോൾ 3 3 + 1 4 4 + 2 = 6. ഓക്കെ അല്ലേ? നമ്മൾ ഈ കണ്ടുപിടിച്ച 3 സംഖ്യകളും തമ്മിൽ കൂട്ടി വേണം എഴുതാൻ. ഓക്കെ അല്ലേ? അപ്പോൾ 3 കൂടെ കൂട്ടിയാൽ നമുക്ക് 6 എഴുതാം. ഇവിടെ നിർത്തൂ. ഇത് ചെയ്ത് 18/6 3 ഉത്തരം എഴുതിയിട്ട് പോകൂ. ഒരിക്കലും പോകരുത്. ഇൻറ്റു എന്തും കൂടെ ഉണ്ട്? 3 തുല്യ ദൂരങ്ങളായാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഗുണം ഒരു 3 കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അത് ഒരിക്കലും മറന്നു പോകരുത്. 3 തുല്യ ദൂരങ്ങളാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണം 3 കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? ഇതാ വെട്ടാലോ. 3ഉം 6ഉം വെട്ടാം. 1 3 3 2 3 6 2ഉം 18ഉം വെട്ടാം. 9. നമുക്ക് ഉത്തരം എന്തെന്ന് എഴുതാം? 9 km/h ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ മനസ്സിലാകാത്തവർ നോക്കിക്കോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കി, ആദ്യം നമ്മൾ ചോദ്യം മനസ്സിലാക്കുക. എന്താണോ നോക്കുക? 3 തുല്യ ദൂരങ്ങൾ 3 വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗതയാണോ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന 3 വേഗതകളെടുത്ത് എഴുതുക. 6 18 9. ഈ 3 വേഗതകൾ നമ്മളെടുത്ത് എഴുതി. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന വേഗതകളുടെ LCM കണ്ടുപിടിക്കുക. നമ്മൾ LCM കണ്ടുപിടിച്ചു. എത്രയാണ്? 18 ആണെന്ന് കണ്ടുപിടിച്ചു LCM. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന വേഗതകൾ LCMന് തുല്യമാകാൻ എത്ര കൊണ്ട് ഗുണിക്കണം നോക്കുക. ഇവിടെ 6 18ന് തുല്യമാവാൻ അല്ലെങ്കിൽ 6 18 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. 18 18 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 1 കൊണ്ട് ഗുണിച്ചാൽ മതി. 9 18 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന LCM എടുത്ത് എഴുതുന്നു. LCM ഡിവൈഡഡ് ബൈ ഈ 3 സംഖ്യകളെയും കൂടെ അങ്ങ് കൂട്ടി എഴുതുന്നു. 3 + 1 4 4 + 2 6 കഴിഞ്ഞിട്ടില്ല. ഇൻറ്റു എന്തും കൂടെ ഉണ്ട്? 3 തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചു. അതുകൊണ്ട് ഇൻറ്റു ഒരു 3ഉം കൂടെ കൊടുക്കുന്നു. 3ഉം 6ഉം വെട്ടാം. 1 3 3 2 3 6 2ഉം 18ഉം വെട്ടിയാൽ 9. നമ്മുടെ ഉത്തരം എന്താ? 9 km/h. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ടൈപ്പ് 5 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? ടൈപ്പ് 6 പോവുകയാണെങ്കിൽ നമ്മുടെ 6ാമത്തെ ടൈപ്പ് ചോദ്യം നോക്കി. ഒരാൾ സാധാരണ വേഗതയുടെ 5ൽ 3 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 12 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയത് എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ ആ യാത്ര പൂർത്തിയാക്കുന്നത്? ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോക്കിയടാ, ഒരാൾ സാധാരണ വേഗതയുടെ 5ൽ 3 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ, അതായത് 3/5 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സാധാരണ അയാൾ 5 വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇന്ന് 3 വേഗതയിലാണ് സഞ്ചരിച്ചത്. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ എന്ത് പറ്റി? 12 മിനിറ്റ് അയാൾ എന്തായി? ലേറ്റായി, താമസിച്ചാണ് എവിടെ എത്തിയത്? ഓഫീസിലെത്തിയത്. എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അയാൾ സാധാരണ എത്ര സമയം കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ചെയ്യാൻ ഒരു ഫോർമുല മെത്തേഡൊക്കെ ഉണ്ട്. നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ഒരു സിമ്പിൾ സ്റ്റെപ്പ് വെച്ച് നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം ഒരു ഭിന്നസംഖ്യ ഉറപ്പായിട്ട് കാണും. അപ്പോൾ നമ്മൾ ആ ഭിന്നസംഖ്യ എടുത്ത് എഴുതുകയാണ്. ഏതാണ്? 3/5 എന്നാണ് ഭിന്നസംഖ്യ. ഓക്കെ അല്ലേ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ഉണ്ടല്ലോ, ആ ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അതങ്ങ് എടുത്ത് എഴുതുക. ഇവിടുത്തെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അംശവും ഛേദവും 5ഉം 3ഉം ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? വ്യത്യാസം 2 ഓക്കെ അല്ലേ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ചോദ്യത്തിൽ നമുക്കൊരു സമയം തന്നിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ സമയം എത്രയാണ്? 12 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ആ 12നെ നമ്മുടെ ഈ വ്യത്യാസം കൊണ്ട് അങ്ങ് ഹരിക്കുക. 12നെ നമ്മൾ ആ വ്യത്യാസമായ 2 കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് എത്ര എന്ന് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമ്മുടെ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ?
തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് എഴുതുക. വ്യത്യാസം 2 നമ്മൾ എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അതായത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയത്തിന് ഈ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. 12നെ വ്യത്യാസമായി 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 6 കിട്ടി. ഇനി നമ്മൾ നേരെ ഉത്തരത്തിലോട്ട് എത്താൻ പോവാണ്. നോക്കിയേ, നമ്മൾ കണ്ടുപിടിച്ചില്ലേ 6? ഈ 6നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ 6നെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി. തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി. നമുക്ക് കിട്ടിയ സംഖ്യ 6 6 ഗുണം അംശമായ 3 ചെയ്താൽ നമുക്ക് ഉത്തരം എത്രയാണെന്ന് എഴുതാം? 18 മിനിറ്റ് നമ്മുടെ ഉത്തരം ഒന്ന് എഴുതാം. ഓക്കെ അല്ലേ? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശത്തിനോടൊപ്പം ഈ സംഖ്യ ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം, ഒരിക്കൽ കൂടെ പറയാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനൊരു ചോദ്യത്തിൽ ഉറപ്പായിട്ടും എന്ത് കാണുമെന്ന് ഞാൻ പറഞ്ഞു? ഒരു ഭിന്നസംഖ്യ കാണും. ഇവിടുത്തെ ഭിന്നസംഖ്യ 3/5 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 3ഉം 5ഉം ആണ് അംശവും ഛേദവും. വ്യത്യാസം എത്രയാ? 2. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? നമുക്ക് കിട്ടിയ വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസം എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമുക്ക് ചോദ്യത്തിലൊരു സമയം തന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്തിനെ ഈ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന സമയം 12 ആണ്. 12നെ വ്യത്യാസമായ 2 കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് എത്ര എന്ന് കിട്ടും? 6 എന്ന് കിട്ടും. നമ്മുടെ തേർഡ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മളിങ്ങനെ സമയത്തിനെ വ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയത് എന്താണോ, ഇതിനെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശത്തിനോടൊപ്പം ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി. നമ്മുടെ സമയത്തിനെ വ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ സംഖ്യ 6 ആണ്. അതിനെ ഭിന്നസംഖ്യയുടെ അംശമായ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മുടെ ഉത്തരം 18 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? എടാ, ഇനി ഇതേ ചോദ്യം മറ്റൊരു ചോദ്യമായിട്ട് ചോദിക്കാം. അതായത് ഇവിടെ തന്നെ വേറൊരു ചോദ്യം ചോദിച്ചുകൂടെ? അതായത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അയാൾ സാധാരണ എത്ര സമയം കൊണ്ട് യാത്ര പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇന്ന് അയാൾ എത്ര സമയം കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയെന്ന് ചോദിച്ചുകൂടെ? എങ്കിൽ നിങ്ങൾ എന്തുത്തരം പറയും? സാധാരണ അയാൾ 18 മിനിറ്റ് കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കുന്നത്. ഇന്ന് അയാൾക്ക് എന്ത് പറ്റി? 12 മിനിറ്റ് താമസിച്ചാണ് അയാൾ ഓഫീസിലെത്തിയത്. അപ്പോൾ സാധാരണ എത്താൻ 18 മിനിറ്റ് വേണം. ഇന്ന് അതിനോടൊപ്പം എന്തെടുത്തു? ഒരു 12 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടാണ് അയാൾ എത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സമയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സാധാരണ വരുന്ന സമയം പ്ലസ് ആ 12 കൂടെ ചെയ്താൽ പോരെ. എത്ര എന്ന് എഴുതാം? 18 + 12 30 മിനിറ്റ് എന്ന് എഴുതാം നമുക്ക് ഉത്തരം. ഓക്കെ അല്ലേ? ഇതങ്ങനെ ചോദിക്കാറില്ല. നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എപ്പോഴും എന്തേ ചോദിക്കാറുള്ളൂ സാധാരണ എത്ര സമയം കൊണ്ട് യാത്ര പൂർത്തിയാക്കുമെന്നേ ചോദിക്കാറുള്ളൂ. ഇനി അഥവാ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക, ഇങ്ങനെ അങ്ങ് കൂട്ടി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? കൂട്ടി വയ്ക്കുക. അല്ലെങ്കിൽ അങ്ങനെ കൂട്ടാനല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ നോക്കി തന്നിരിക്കുന്ന സമയത്തിനെ നമ്മൾ വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടിയില്ലേ? ഇതിനെ അംശം കൊണ്ട് ഗുണിച്ചാൽ, അതിനോടൊപ്പം അംശം ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സാധാരണ എത്ര സമയം കൊണ്ട് അയാൾ യാത്ര പൂർത്തിയാക്കുന്നു എന്ന് കിട്ടും. ഇനി ഇതേ സംഖ്യയെ ഛേദത്തിനോടൊപ്പം ഗുണിച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഇന്ന് അയാൾ എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കിയെന്ന് കിട്ടും. 6 × 5 എത്രയാ? 30 മിനിറ്റ്. ഓക്കെ അല്ലേ? അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ടൈപ്പ് 6 രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കി. ഒരാൾ സാധാരണ വേഗതയുടെ 7/4 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 9 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയത്. എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ യാത്ര പൂർത്തിയാക്കുന്നത്? ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത്? ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ എപ്പോഴും എന്ത് കാണും? ഒരു ഭിന്നസംഖ്യ കാണും. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ഭിന്നസംഖ്യ അതുപോലെ എടുത്തെഴുതുക. 4/7. ഇനി എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇവിടെ 4ഉം 7ഉമാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, വ്യത്യാസം 3 ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം എത്രയാണെന്ന് നോക്കുക. ഇവിടെ 9 മിനിറ്റ് അല്ലേ? ആ 9നെ ഈ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. 9/3. 9/3 ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഉത്തരം 3 എന്ന് കിട്ടും. ഈ 3നെ എന്ത് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും? ഈ 3നെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശത്തിനോടൊപ്പം ഗുണിച്ചാൽ നമുക്ക് അയാൾ സാധാരണ എത്ര സമയം കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കുന്നതെന്ന് കിട്ടും. 3 × 4 എത്രയാടാ? 12 മിനിറ്റാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഞാൻ ഒരിക്കൽ കൂടെ ചെയ്തു തരാം. നോക്കിയേ. അതായത് ഒരാൾ സാധാരണ വേഗതയുടെ 4/7 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 9 മിനിറ്റ് താമസിച്ചെത്തി. എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ട് അയാൾ യാത്ര പൂർത്തിയാക്കുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ എടുത്ത് എഴുതുന്നു. 4/7. അടുത്ത് തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കുക. 4ഉം 7ഉമാണ്. വ്യത്യാസം എത്രയാണെന്നറിയാം നമുക്ക്? 3 ആണ്. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ? ചോദ്യത്തിൽ ഒരു സമയം തന്നിട്ടുണ്ടായിരിക്കും. ആ സമയം എത്രയാണോ അതിനെ നമ്മൾ ഈ കണ്ടുപിടിച്ച വ്യത്യാസം കൊണ്ട് ഹരിക്കുക. 9/3. നമുക്ക് എത്ര എന്ന് എഴുതാം? 3. ഈ കിട്ടിയ ഉത്തരം എത്രയാണോ അതിനെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിച്ചാൽ എന്തായി? നമ്മുടെ ഉത്തരമായി. 4 × 3 നമുക്ക് എത്ര എന്ന് എഴുതാം? 12 മിനിറ്റ് എന്ന് നമുക്ക് എഴുതാം. നമ്മുടെ
ഉത്തരം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ചോദിക്കാം എന്താണ് സാധാരണ അയാൾ എത്ര സമയം കൊണ്ടാണ് ചോദിച്ചാൽ നമുക്ക് പറയാം 12 മിനിറ്റ്. ഇന്ന് അയാൾ എത്ര സമയം കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ നമ്മൾ സമയത്തിനെ ഈ വ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയത് എത്രയാണോ അതിനെ ഛേദം കൊണ്ട് ഗുണിക്കുക. 7 ഗുണം 3 എത്രയാണ്? 21 മിനിറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അത് സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സാധാരണ എപ്പോഴും എന്ത് ചോദിക്കത്തുള്ളൂ? അയാൾ സാധാരണ എത്ര സമയം കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്നതേ ചോദിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ടൈപ്പ് 6 അവസാനത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, നോക്കിയടാ. ഒരു കുട്ടി സാധാരണ വേഗതയുടെ 14/9 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 15 മിനിറ്റ് താമസിച്ചാണ് സ്കൂളിലെത്തിയത് എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ട് ആ കുട്ടി യാത്ര പൂർത്തിയാക്കും? അപ്പോൾ 9/14, അതായത് 14 വേഗതയിൽ സഞ്ചരിക്കുന്നവൻ ഇന്ന് 9 വേഗതയിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ എന്ത് പറ്റി? 15 മിനിറ്റ് അവൻ ലേറ്റായി. 15 മിനിറ്റ് ലേറ്റായി എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ട് അവൻ യാത്ര പൂർത്തിയാക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഭിന്നസംഖ്യ എടുത്ത് എഴുതുന്നു. 9/14. നമ്മുടെ സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും. 9ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 നമുക്കറിയാം അല്ലേ? 5. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം എത്രയാണോ ആ സമയത്തിനെ ഈ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന സമയം 15 മിനിറ്റ് ആണ്. 15/5 നമുക്ക് എന്തെന്ന് എഴുതാം? 3 എഴുതാം അല്ലേ? 3 എഴുതാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? ലാസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ കിട്ടുന്നത്, അതായത് സമയത്തിനെ ഈ വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതിനെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം, അതായത് അയാൾ സാധാരണ എത്ര സമയം കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കുന്നത് നമുക്ക് കിട്ടും. 9 ഗുണം 3 നമുക്ക് എന്തെന്ന് എഴുതാം? 27 മിനിറ്റ് എന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ഒരു കുട്ടി സാധാരണ വേഗതയുടെ 14/9 വേഗതയിൽ, അതായത് സാധാരണ 14 വേഗതയിൽ സഞ്ചരിക്കുന്നവൻ ഇന്ന് 9 വേഗതയിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ എന്ത് പറ്റി? 15 മിനിറ്റ് ലേറ്റായിട്ട് അവൻ സ്കൂളിലെത്തിയത് എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അവൻ യാത്ര പൂർത്തിയാക്കുന്നതെന്ന ചോദ്യം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഭിന്നസംഖ്യ അതുപോലെ എടുത്തെഴുതുന്നു. 9/14. ഈ ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എടുത്തെഴുതുന്നു 5. അടുത്ത സ്റ്റെപ്പ് എന്താ? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം എത്രയാണോ അത് എടുത്തെഴുതുന്നു. അതിനെ ഈ വ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു. 15/5 നമുക്ക് 3 എഴുതാം. ഈ കിട്ടുന്ന സംഖ്യ എത്രയാണോ ഇതിനെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സാധാരണ എത്ര സമയം കൊണ്ടാണ് അവൻ യാത്ര പൂർത്തിയാക്കുന്നതെന്ന് കിട്ടും. 9 ഗുണം 3 നമുക്ക് എഴുതാം. 27 മിനിറ്റ്. ഓക്കെ അല്ലേ? ടൈപ്പ് 6 മനസ്സിലായില്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ടൈപ്പ് 6 നമ്മൾ നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ടൈപ്പ് 7 പോവുകയാണ്. നമ്മുടെ ടൈപ്പ് 7 ചോദ്യം നോക്കി. ഒരാൾ സാധാരണ വേഗതയുടെ 5/3 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 20 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ ഓഫീസിലെത്തുന്നത്? അപ്പോൾ നമ്മൾ ടൈപ്പ് 6 പഠിച്ച ചോദ്യമായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ചോദ്യമാണ് ഇത്. നോക്കി, സാധാരണ വേഗതയുടെ 5/3 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ എന്ത് പറ്റി? 20 മിനിറ്റ് നേരത്തെ എത്തി. നമ്മൾ നേരത്തെ പഠിച്ച എന്താ? ടൈപ്പ് 6 ഇത്ര വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ഇത്ര മിനിറ്റ് താമസിച്ചെത്തി എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ നോക്കിയടാ, ഇത്ര വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ഇത്ര മിനിറ്റ് നേരത്തെ എത്തിയെന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായി. അതായത് സാധാരണ 3 വേഗതയിൽ സഞ്ചരിക്കുന്ന ആൾ ഇന്ന് 5 വേഗതയിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ അയാൾ എന്ത് പറ്റി? 20 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി. അങ്ങനെയാണെങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ ഓഫീസിലെത്തുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത, അതായത് ടൈപ്പ് 6 ചെയ്ത അതേ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്താൽ മതി, നമ്മുടെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? വേറെ ഒരു മാറ്റവും വരുത്താനില്ല. അവിടെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? നമ്മൾ എന്താ അറിയേണ്ട? ആദ്യം തന്നിരിക്കുന്ന ചോദ്യത്തിൽ എപ്പോഴും എന്ത് തന്നിരിക്കും? ഒരു ഭിന്നസംഖ്യ തന്നിരിക്കും. ആ ഭിന്നസംഖ്യ എടുത്ത് എഴുതുന്നു 5/3. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ? ഓക്കെ അല്ലേ? 2 വ്യത്യാസം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? ചോദ്യത്തിലൊരു സമയം തന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്തിനെ തന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച വ്യത്യാസം കൊണ്ട് ഹരിക്കുക. തന്നിരിക്കുന്ന സമയം 20, വ്യത്യാസം 2. ഹരിക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. ഇനി നമുക്ക് ഉത്തരത്തിലോട്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ 10നെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. 10 ഗുണം 5 എത്രയാണെന്ന് എഴുതാം നമുക്ക്? 50 മിനിറ്റ്. അപ്പോൾ അയാൾ സാധാരണ എത്ര സമയം കൊണ്ടാണ് ഓഫീസിലെത്തുന്നത് ചോദിച്ചാൽ 50 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. ഓക്കെ അല്ലേ? 50 മിനിറ്റ് കൊണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അയാൾ എത്ര സമയം കൊണ്ട് എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സാധാരണ 50 മിനിറ്റ് ഉണ്ടാകുന്നത്. ഇത് ഈ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 20 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി. അങ്ങനെയാണെങ്കിൽ 50 നിന്ന് 20 കുറച്ചാൽ നമുക്ക് എന്തെന്ന് എഴുതാം? 30 മിനിറ്റ്. ഇന്ന് അയാൾ 30 മിനിറ്റ് കൊണ്ട് എവിടെ എത്തി? ഓഫീസിലെത്തിയെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കി, ഒരാൾ സാധാരണ വേഗതയുടെ 5/3 വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ 20 മിനിറ്റ് നേരത്തെ എത്തി എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ
ഓഫീസിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഭിന്നസംഖ്യ എടുത്ത് എഴുതുന്നു 5/3. അടുത്ത് ഭിന്നസംഖ്യയുടെ അംശവും ചെയ്തു നമ്മളുടെ വ്യത്യാസം കൊടുക്കുന്നു 2. അടുത്ത് എന്ത് ചെയ്യുന്നു? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം എത്രയാണോ അതിനെ ഈ വ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു 20/2 10. നമ്മുടെ ഉത്തരത്തിലോട്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 10നെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിക്കുന്നു. 10 × 5 എത്രയാ? 50 മിനിറ്റ് എന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഓക്കെ അല്ലേ? നമ്മുടെ ടൈപ്പ് 7 രണ്ടാമത്തെ ചോദ്യമാണ്. നോക്കിയേടാ, ഒരാൾ സാധാരണ വേഗതയുടെ 7/4 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 15 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ ഓഫീസിലെത്തുന്നത്? നോക്കിയില്ലേ? അപ്പോൾ അയാൾ സാധാരണ വേഗതയുടെ 7/4 വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അതായത് സാധാരണ 4 വേഗതയിൽ സഞ്ചരിക്കുന്ന ആൾ ഇന്ന് 7 വേഗതയിൽ സഞ്ചരിച്ചു. അപ്പോൾ എന്ത് പറ്റി? 15 മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ഏർലി അയാൾ എത്തി. ഓക്കെ അല്ലേ? എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? എത്ര സമയം കൊണ്ടാണ് അയാൾ ഓഫീസിലെത്തുന്നതെന്ന ചോദ്യം. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഭിന്നസംഖ്യ എടുത്ത് എഴുതുന്നു 7/4. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 7 4 തമ്മിലുള്ള വ്യത്യാസം 3. 7 4 തമ്മിലുള്ള വ്യത്യാസം 3. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം എത്രയാണോ ആ സമയത്തിനെ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. 15 വ്യത്യാസമായ 3. 5 3 15 വിട്ടാലോ? 5 3 15 നമുക്ക് എന്താണെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. നമുക്കിനി ഉത്തരത്തിലെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ 5നെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിക്കുക. 7 35 മിനിറ്റ് എന്ന് നമുക്ക് എന്തെഴുതാം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ആദ്യം എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന ഭിന്നസംഖ്യ അതുപോലെ എടുത്തെഴുതുന്നു 7/4. അടുത്ത സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 7 4 തമ്മിലുള്ള വ്യത്യാസം 3. ഓക്കെ അല്ലേ? അടുത്തെന്താ ചെയ്യേണ്ടത്? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം എത്രയാണോ അതിനെ ഈ വ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു. 15/3 5 എന്ന് നമുക്ക് കിട്ടും. ഈ 5നെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി 7 35 മിനിറ്റ്. ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മുടെ ടൈപ്പ് 7 കംപ്ലീറ്റ് ആയി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ 8ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. നോക്കിയടാ, ഈ ടൈപ്പിൽ നമ്മളൊരു 4 ചോദ്യങ്ങൾ പഠിക്കും. 4 ചോദ്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം നോക്കി. ഒന്നാമത്തെ, ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയത്. അടുത്ത ദിവസം 30 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി എങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? അപ്പോൾ നമ്മളിങ്ങനെ ഉള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. നോക്കിക്കടാ, ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതായത് ഇത് നമ്മൾ വീടെന്ന് എടുക്കുന്നു, ഇത് ഓഫീസെന്ന് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അയാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത്? 20 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. 20 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയത്. ഞാനിവിടെ ഓഫീസ് ടൈം ഒരു 10 മണിയായിട്ട് എടുക്കുകയാണ്. ഓഫീസ് ടൈം 10 മണിയിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 10 മണിയായിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഓഫീസ് ടൈം 10 മണിയാണെങ്കിൽ ഇവിടെ നോക്കിയേ 10 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അയാൾക്ക് 10 മണിക്ക് എത്തണം. അപ്പോൾ 10 മണിക്ക് എത്തേണ്ട അയാൾ 10 മിനിറ്റ് താമസിച്ചാണ് എത്തിയെന്ന് പറഞ്ഞാൽ അയാൾ എത്ര മണിക്ക് എത്തിയത്? 10:10 എത്തിയത്? 10:10 എത്തിയത്. അതായത് 20 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ അയാൾ ഓഫീസിലെത്തിയത് 10:10. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ദിവസം 30 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ രണ്ടാമത്തെ ദിവസവും അയാൾ നേരെ വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോവുകയാണ്. എത്ര km/h വേഗതയിലാണ് പോയത്? 30 km/h വേഗതയിലാണ് പോയത് അല്ലേ? അപ്പോൾ എന്താ പറ്റിയേ? 10 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി. അപ്പോൾ 10 മണിക്ക് ഓഫീസിലെത്തേണ്ട അയാൾ 10 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി എന്ന് പറഞ്ഞാൽ അയാൾ എത്ര മണിക്ക് എത്തിയേ? 9:50 എത്തിയത്. അതായത് 30 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 9:50 അയാൾ വീട്ടിലെത്തി. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്കിവിടെ 2 വേഗതയും തന്നിട്ടുണ്ട്, ഒരു ടൈം ഇൻ്റർവെല്ലുമാണ് തന്നിരിക്കുന്നത്. ഒരു ടൈം ഇൻ്റർവെല്ലുമാണ് തന്നിരിക്കുന്നത്. 2 വേഗതയും ഒരു ടൈം ഇൻ്റർവെല്ലും. അപ്പോൾ ചോദ്യം കൃത്യമായി മനസ്സിലാക്കുക. ഇങ്ങനെ 2 വേഗതയും ഒരു ടൈം ഇൻ്റർവെല്ലും തന്നിട്ട് അല്ലെങ്കിൽ ഒരു സമയത്തിൻ്റെ ഇടവേളകളും തന്നിട്ട് ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞു ഫോർമുല പഠിക്കുകയാണ്. D = D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ D = S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 × T. നമ്മുടെ ഫോർമുല എന്താണ്? S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 × T. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ S1 ആയിട്ടും S2 ആയിട്ടും എടുക്കേണ്ട എന്താണ്? തന്നിരിക്കുന്ന 2 വേഗതകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേഗതയായ 20, S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വേഗതയായ 30. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ T വേണം. T ഇവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നോക്കി, ആദ്യത്തെ ദിവസം അയാൾ 10:10 എത്തി, രണ്ടാമത്തെ ദിവസം 9:50 എത്തി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 10:10 9:50 തമ്മിലുള്ള വ്യത്യാസം എത്ര മിനിറ്റ് ആണോ അതായിരിക്കും ഇവിടുത്തെ T എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 10:10 9:50 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9:50 കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ 10 മണിയാവും. 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴല്ലേ 10 മിനിറ്റ് ആവുന്നത്. അതായത് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. 20 മിനിറ്റാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് നേരെ 20 മിനിറ്റ് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ
എന്താ കാരണം? ഇവിടെ തന്നിരിക്കുന്ന വേഗതകൾ രണ്ടും കിലോമീറ്റർ പെർ അവറിലാണ്. കിലോമീറ്റർ പെർ അവറിലാണ്. നമ്മൾ സമയവും ദൂരവും പഠിച്ചപ്പോൾ ആദ്യം പഠിച്ച കാര്യമാണ് വേഗത കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ സമയം എപ്പോഴും എന്തിലായിരിക്കണം? മണിക്കൂറിലായിരിക്കണം. ഇവിടെ സമയം മിനിറ്റിലല്ലേ കിടക്കുന്നത്. മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ടി നമുക്ക് എന്തെന്ന് എഴുതാം? 20/60 മണിക്കൂർ എന്ന് എഴുതാം. അതിനെ വീണ്ടും വെട്ടാമല്ലോ. 0 0 വെട്ടാം, 2 6 വെട്ടാം. 1/3 അവർ ഈക്വൽ ടു 1/3 മണിക്കൂർ എന്ന് നമുക്ക് എന്ത് എഴുതാം? ടി എഴുതാം. ഇനി അടുത്ത് ഫോർമുലയിൽ കൊടുത്താൽ പോരെടാ. ഫോർമുലയിൽ കൊടുക്കുമ്പോൾ ഈക്വൽ ടു S1 എത്രയാണ്? 20 ഇൻറ്റു S2 30 ഡിവൈഡഡ് ബൈ S1 - S2. അതായത് നിങ്ങൾ ഇവിടെ 20 - 30 -10 ഒന്നും എഴുതി വെക്കരുത്. ഇവിടെ S1 - S2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്ന രണ്ട് വേഗതകളുടെ വ്യത്യാസം. അതെന്താണ്? 30 - 20 നമുക്ക് എന്തെന്ന് എഴുതാം? 10 എന്ന് എഴുതാം. ഇൻറ്റു ടി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1/3. ഇതാ 0 0 വെട്ടുന്നു. ഇതാ ഈ 3 3 അങ്ങ് വെട്ടാം. ബാക്കി എന്തുണ്ട്? 20 20 ഇൻറ്റു 1 എത്ര തന്നെയാണ്? 20 കിലോമീറ്ററാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേടാ? സോറി, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം, 20 കിലോമീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിലായില്ലടാ. അതായത് ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ആദ്യം മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത സഞ്ചരിച്ചപ്പോൾ അയാൾ 10 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയത്. അടുത്ത ദിവസം അയാൾ വേഗത കൂട്ടി 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. അപ്പോൾ അയാൾ 10 മിനിറ്റ് നേരിട്ട് ഓഫീസിലെത്തി. എങ്കിൽ അയാളുടെ വീട് മുതൽ ഓഫീസ് വരെയുള്ള ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. നോക്കിയേ, അതിനുള്ള ഫോർമുല എന്താ? S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 - S2 ഇൻറ്റു ടി. ഓക്കെ അല്ലേ? S1ഉം S2 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് വേഗതകളാണ്. നമ്മളിവിടെ ടി ആയിട്ട് എടുക്കേണ്ടത് ആദ്യം അയാൾ 10 മിനിറ്റ് താമസിച്ചെത്തി. അതായത് നമ്മൾ ഓഫീസ് ടൈം 10 മണിയാണെന്ന് അസ്യൂം ചെയ്യണം. 10 മണി നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് 10 മണിയാണെന്ന് എടുത്തിട്ട് ആദ്യം അയാൾ 10 മിനിറ്റ് താമസിച്ചെത്തി എന്ന് പറഞ്ഞാൽ 10:10 എത്തുകയും രണ്ടാമത്തെ ദിവസം 10 മിനിറ്റ് നേരത്തെ എത്തി എന്ന് പറഞ്ഞാൽ 9:50 എത്തുകയും ചെയ്തു. നമ്മളിവിടെ ടി ആയിട്ട് എടുക്കേണ്ടത് ഈ ആദ്യത്തെ സമയവും രണ്ടാമത്തെ സമയവും തമ്മിലുള്ള വ്യത്യാസം എത്ര മിനിറ്റ് ആണോ അതാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? ടി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് 20 മിനിറ്റ് എന്ന് കിട്ടും. ഇവിടെ വേഗത കിലോമീറ്റർ പെർ അവറിലായതുകൊണ്ട് നമുക്ക് സമയം എന്തിൽ വേണം? മണിക്കൂറിൽ വേണം. അതുകൊണ്ട് നമ്മൾ ആ 20 ഡിവൈഡഡ് ബൈ 60 എന്ന് എഴുതുന്നു. അതിനെ നമുക്ക് വെട്ടിയാൽ 1/3 മണിക്കൂർ എന്ന് എഴുതാം. അത് ഫോർമുലയിൽ കൊടുത്താൽ നമുക്ക് ഉത്തരം എന്ന് കിട്ടും, 20 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമ്മൾ ഇതുപോലത്തെ ഒരു 3 ചോദ്യങ്ങളൂടെ ചെയ്യും. അപ്പോൾ നല്ലപോലെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ടൈപ്പ് 8ലെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 18 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയത്. അടുത്ത ദിവസം 25 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 12 മിനിറ്റ് താമസിച്ച് ഓഫീസിലെത്തി. എങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? അപ്പോൾ നമുക്കിവിടെ രണ്ട് വേഗതയും തന്നിട്ടുണ്ട്, ഒരു ടൈം ഇൻ്റർവെല്ലും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഫോർമുലയാണ് D ഈസ് ഈക്വൽ ടു S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 - S2 ഇൻറ്റു ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫോർമുല കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ വേണം? S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേഗത എത്രയാണ്? 20 കിലോമീറ്റർ പെർ അവർ. 20 കിലോമീറ്റർ പെർ അവർ. S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വേഗത എത്രയാണ്ട്രാ? 25 കിലോമീറ്റർ പെർ അവർ. നമുക്കിനി ടി വേണം. ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെൽ. നമ്മൾ സത്യം പറഞ്ഞാൽ ടി എന്നല്ല TI അഥവാ ടൈം ഇൻ്റർവെൽ എന്നാണ് നോക്കേണ്ടത്. അതായത് സമയത്തിൻ്റെ ഇടവേള. ഇവിടെ നോക്കിയിടാം. നമ്മൾ ഒരു ഓഫീസ് ടൈം 10 മണിയായിട്ട് എടുക്കുകയാണ്. ഓഫീസ് ടൈം 10 മണി. എല്ലാ ചോദ്യത്തിലും ഇങ്ങനെ എടുത്താൽ മതി. 10 മണിയായിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ അല്ലേ? ആദ്യം അയാൾ 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. അപ്പോൾ അയാൾ 18 മിനിറ്റ് താമസിച്ചാണ് ഓഫീസിലെത്തിയത്. അപ്പോൾ 10 മണിക്ക് അയാൾക്ക് ഓഫീസിലെത്തണം. പക്ഷേ അയാൾ 18 മിനിറ്റ് താമസിച്ച് ആണ് എത്തിയത്. അതായത് 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു 18 മിനിറ്റും കൂടി എടുത്തിട്ടാണ് അയാൾ എവിടെ എത്തിയത്? ഓഫീസിലെത്തിയത്. അപ്പോൾ അയാൾ എത്തിയ സമയം ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം. എത്രയാ? 10:18 എത്തിയെന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ദിവസം 25 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 12 മിനിറ്റ് താമസിച്ച് ഓഫീസിലെത്തി. അടുത്ത ദിവസം അയാൾ 10 മണിക്കാണ് ഓഫീസിലെത്തുന്നത്. അതുകൊണ്ട് അയാൾ 25 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. അപ്പോൾ അയാൾ 12 മിനിറ്റ് താമസിച്ച് ഓഫീസിലെത്തിയത്. അതായത് 10 മണിക്ക് എത്തേണ്ട ആൾ ഒരു 12 മിനിറ്റ് കൂടെ താമസിച്ച് 10:12 ഓഫീസിലെത്തിയത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മൾ ടി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ രണ്ട് സമയങ്ങളും തമ്മിൽ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. 10:18 10:12 തമ്മിൽ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്? 6 മിനിറ്റിൻ്റെ വ്യത്യാസമാണുള്ളത്. 6 മിനിറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ടി എന്താണ്? 6 മിനിറ്റാണ്. പക്ഷേ നമുക്ക് 6 മിനിറ്റ് കൊണ്ട് ഫോർമുല കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാരണം? ഇവിടെ വേഗത രണ്ടും കിലോമീറ്റർ പെർ അവറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം എന്തിൽ വേണം? മണിക്കൂറിൽ വേണം. എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ സമയം എത്രയാണോ അത് ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. മിനിറ്റിനെ മണിക്കൂറാക്കാൻ തന്നിരിക്കുന്ന സമയം എത്രയാണോ അത് ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. 6 വെട്ടാം. 10 1 ഈക്വൽ ടു 1/10 മണിക്കൂറും നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാം ആയി. ഇനി ഫോർമുല കൊടുക്കുമ്പോൾ 20 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ S1 - S2 അതായത് തന്നിരിക്കുന്ന വേഗതകളുടെ വ്യത്യാസം 25 20 കുറച്ച് നമുക്ക് 5 എന്ന് കിട്ടും. ഇൻറ്റു നമുക്ക് എന്ത് കിട്ടി? 1/10 മണിക്കൂർ. അതാണ് ഇവിടുത്തെ ടി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് വെട്ടാലോടാ. എന്തൊക്കെ വെട്ടാം? 5ഉം 25 വെട്ടാം. 5 5 25. 5ഉം 10ഉം വെട്ടുന്നു 2. ബാക്കി എന്തുണ്ട്? 20 ഇൻറ്റു 1 20 തന്നെയാണ്. 20/2 10 കിലോമീറ്റർ എന്ന് എഴുതാം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ
ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മൾ 2 ചോദ്യങ്ങളൂടെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കി. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 50 km/h വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ കൃത്യസമയത്ത് ഓഫീസിലെത്തി. 40 km/h വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ 24 മിനിറ്റ് താമസിച്ച് മാത്രമേ ഓഫീസിലെത്തുകയുള്ളൂ. എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? അപ്പോൾ നമുക്കിവിടെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഫോർമുല എന്താണ്? ഫോർമുലയാണ് S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 ഇൻറ്റു ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് എന്തൊക്കെ വേണം? S1 വേണം, S2 വേണം, T വേണം. S1 എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യത്തെ വേഗതയായ 50, S1 50 ആണ്. ഇനി എന്ത് വേണം? S2 രണ്ടാമത്തെ വേഗതയായ 40. ഇനി അടുത്ത് എന്താ വേണ്ടത്? T വേണം. T കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഒരു സമയം, അതായത് ഒരു ഓഫീസ് ടൈം 10 മണിയാണ് നമുക്കറിയാം. 10 മണി നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് 10 മണി നടക്കുന്നു. അയാൾ 50 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ കൃത്യസമയത്ത് ഓഫീസെത്തി. അതായത് അയാൾ 10 മണിക്ക് തന്നെ ഓഫീസിലെത്തി. ഓക്കെ അല്ലേ? അവിടെ വലിയ മാറ്റമൊന്നുമില്ല. 40 km/h വേഗതയിലാണ് സഞ്ചരിച്ചതെങ്കിൽ 24 മിനിറ്റ് താമസിച്ച് മാത്രമേ ഓഫീസിലെത്തുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത് അയാൾ 40 km/h വേഗതയിൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ 24 മിനിറ്റ് താമസിച്ച് മാത്രമേ എത്തൂ എന്ന് പറയുന്നു. അതായത് 10 മണിക്ക് എത്തേണ്ട അയാൾ 24 മിനിറ്റ് താമസിച്ചാൽ 10:24 എവിടെ എത്തത്തുള്ളൂ? ഓഫീസിലെത്തത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ടി കണ്ടുപിടിക്കും? ആദ്യത്തെ സമയം മുതൽ രണ്ടാമത്തെ സമയം വരെ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കും. 10 മണിക്കും 10:24 എത്ര മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്? 24 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ടി എന്താണ്? 24 മിനിറ്റാണ്. പക്ഷേ നമുക്ക് 24 മിനിറ്റ് നേരെ കൊണ്ട് ഫോർമുല കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? ഇവിടെ വേഗത രണ്ടും km/h കിടക്കുന്നത്. അതുകൊണ്ട് സമയം എപ്പോഴും എന്തിലായിരിക്കണം? സമയം എപ്പോഴും മണിക്കൂറിലായിരിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? നമുക്കുള്ള സമയം എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. 24 ഡിവൈഡഡ് ബൈ 60 മണിക്കൂർ നമുക്ക് ഇടുന്നു നമ്മൾ. ഓക്കെ അല്ലേ? ഇനി അത് നമ്മൾ നേരെ ഫോർമുല കൊടുക്കുമ്പോൾ S1 എത്രയാണ്? 50 ഇൻറ്റു S2 എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ S1 - S2 അവരുടെ വ്യത്യാസം എത്രയാണ്? 10 ഇൻറ്റു സമയമായ അല്ലെങ്കിൽ ടി ആയ ടൈം ഇൻ്റർവെല്ലായ 24 ഡിവൈഡഡ് ബൈ 60. ഓക്കെ, ഇതാ നമുക്കിനി വെട്ടാലോ. ഈ 0 ക്യാൻസൽ ചെയ്യാം. ഇതാ ഈ 0 ക്യാൻസൽ ചെയ്യുന്നു. 6ഉം 24 വെട്ടാം. 1 6 4 6 24. ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ നമുക്ക് ഗുണിക്കാൻ? 5 × 4 × 4 = 5 4 20 20 × 4 80 കിലോമീറ്റർ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? 80 കിലോമീറ്റർ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഫോർമുല എന്താണ്? S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 ഇൻറ്റു ടി. ഇതിൽ നിന്നും ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ? ആദ്യത്തെ സമയവും രണ്ടാമത്തെ സമയവും തമ്മിലുള്ള വ്യത്യാസം, എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. അതായിരിക്കും നമ്മളെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ടൈം ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ രണ്ട് വേഗതകളും ഒരു ടൈം ഇൻ്റർവെല്ലുമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 ഇൻറ്റു ടി. എന്നാൽ ഈ ഒരു ചോദ്യം ഈ ഒരു രീതിയിൽ മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, മറ്റൊരു രീതിയിലൂടെ ചോദിക്കാം. അതാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ചോദ്യം കൂടെ നോക്കുമ്പോൾ നല്ലപോലെ ക്ലിയർ ആവും ഈ ഒരു ടൈപ്പ്. നോക്കിക്കടാ ചോദ്യം. 4ാമത്തെ ചോദ്യം. ഒരാൾ 36 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിൽ രാവിലെ 9 മണിക്ക് യാത്ര ആരംഭിക്കുന്നു. മറ്റൊരാൾ രാവിലെ 9:40 66 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിൽ ആദ്യത്തെ ആളിനെ പിന്തുടർന്നാൽ എയിൽ നിന്നും എത്ര അകലെ എത്തുമ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടും? ഈ ഒരു രീതിയിലും ഈ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ നോക്കിയിടാ, 36 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ, 66 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു കാർ. അപ്പോൾ നമുക്കിവിടെ 2 വേഗതയുണ്ട്. ഒരാൾ രാവിലെ 9 മണിക്ക് പുറപ്പെടുന്നു, മറ്റൊരാൾ 9:40 പുറപ്പെടുന്നു. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം എത്ര ദൂരം എത്തുമ്പോഴാണ് അവർ കൂട്ടിമുട്ടുന്നത്? ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ ഒരു ടൈം ഇൻ്റർവെല്ലും ഉണ്ട്, 2 വേഗതയുണ്ട്. അപ്പോൾ ഇവർ യാത്ര തുടങ്ങിയ സ്ഥലം നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ ഇവർ കണ്ടുമുട്ടുന്ന സ്ഥലം നമുക്ക് ബി ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? കണ്ടുമുട്ടുന്ന സ്ഥലം നമുക്ക് ബി ആയിട്ട് എടുക്കാം. ഇതിൽ ആദ്യത്തെ ആൾ എയിൽ നിന്നും ബിയിലോട്ട് എത്ര km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്? 36 km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആൾ എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത്? 66 km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 66 km/h വേഗതയിൽ സഞ്ചരിക്കുന്നത്. ആദ്യത്തെ ആൾ രാവിലെ 9 മണിക്ക് പുറപ്പെടുന്നു. രണ്ടാമത്തെ ആൾ 9:40 പുറപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയടാ, 2 വേഗതയുണ്ട്, ഒരു ടൈം ഇൻ്റർവെല്ലും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൂരം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏത് ഫോർമുല കൊടുത്താൽ മതി? നമ്മുടെ S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 ഇൻറ്റു ടി. ഓക്കെ അല്ലേ? S1 S2 എന്താണ്? തന്നിരിക്കുന്ന വേഗതകൾ, അതായത് 36 ഇൻറ്റു S2 എന്ന് പറയുന്നത് 66 ഡിവൈഡഡ് ബൈ S1 - S2, അതായത് ഈ വേഗതകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 30 ഇൻറ്റു ടി വേണം. അതായത് ആദ്യത്തെ ആൾ പുറപ്പെട്ട 9 മണി മുതൽ രണ്ടാമത്തെ ആൾ പുറപ്പെട്ട 9:40 വരെ എത്ര മിനിറ്റ് ഉണ്ടോ അതാണെന്ന് പറയുന്നത് ഇവിടുത്തെ ടി അഥവാ ടൈം ഇൻ്റർവെൽ. ഓക്കെ, ആദ്യത്തെ സമയം മുതൽ രണ്ടാമത്തെ സമയം മുതൽ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് ആക്കിയാൽ 9 മുതൽ 9:40 വരെ 40 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്.
ഈ 40 നേരെ കൊണ്ട് ഫോർമുല കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ ഇവിടെ വേഗത km/hലാണ്. അതുകൊണ്ട് ഇതിനെ എന്തിലാക്കണം? സമയത്തിനെ മണിക്കൂറിലാക്കണം. എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന സമയം എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? 40/60 മണിക്കൂർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ടി എന്തെന്ന് കൊടുക്കാം? 40/60. ഓക്കെ അല്ലേ? എന്നാൽ ഈ പൂജ്യം നമ്മളങ്ങ് വെട്ടുന്നു. ഇനി നമുക്ക് എന്തൊക്കെ വെട്ടാടാ? ഇതേ 6 66 വെട്ടാം. 10 6 60, 11 6 66. ഇതാ ഈ 30 36 വെട്ടിക്കൂടെ 6 വെച്ച് 5 6 30, 6 6 36. നോക്കിയല്ലേ? 6 × 11 എത്രയാടാ? 10 6 60, 11 6 66 ഈക്വൽ ടു 66 ഇൻറ്റു എന്തുണ്ട്? 4 ഡിവൈഡഡ് ബൈ ഒരു 5 കൂടെ ഉണ്ട് ഈക്വൽ ടു. ഇവിടെ നമുക്ക് 66 × 4 ചെയ്യാം. 66 × 4 ചെയ്യുമ്പോൾ 6 4 24 4 2 ശിഷ്ടം. 6 4 24 2 26 264 കഴിഞ്ഞു. ഒരു 5 കൂടെ ഉണ്ട് ഡിവൈഡഡ് ബൈ 264 ഭാഗം 5. 5 5 25 ശിഷ്ടം 1 4 ഇറക്കുന്നു. 2 5 10 ശിഷ്ടം 4 പോയിന്റ് കൊടുക്കുന്നു, ഒരു 0 കൊടുക്കുന്നു. 8 5 40. നമ്മുടെ ഉത്തരം എത്രയാണെന്ന് വരും? 52.8 കിലോമീറ്ററാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇങ്ങനെ 2 വേഗതയും ഒരു ടൈം ഇൻ്റർവെല്ലും, അതായത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതായത് 10 മണിയിൽ നമ്മളൊരു ഓഫീസ് ടൈം എടുത്തതിന് ശേഷം ആദ്യത്തെ ആൾ എത്ര മിനിറ്റ് താമസിച്ചു അത് ആ 10 മണിയിൽ നിന്ന് കൂട്ടുക. ഇപ്പം നേരത്തെ എത്തിയെന്ന് പറഞ്ഞാൽ 10 മണിയിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മളൊരു ടൈം ഇൻ്റർവെല്ല് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം S1 × S2 ഡിവൈഡഡ് ബൈ S1 - S2 × T എന്ന് പറയുന്ന ഫോമിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റ് ആയിട്ട് കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.